കോൻ ബനേഗ മുഖ്യമന്ത്രി. തികച്ചും സാങ്കല്പികമായൊരു കഥയാണ് ഈ നാടകത്തിന് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളുമൊക്കെ തീർത്തും സാങ്കല്പികങ്ങളാണ്. എന്തെങ്കിലും സന്ദർഭവശാൽ സാദൃശ്യങ്ങൾ തോന്നുകയാണെങ്കിൽ അത് യാദൃച്ഛ്യം മാത്രം. ഇന്ദ്രസഭയിലെ ചില മുഹൂർത്തങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇന്ദ്രനും നാരദനും കുബേരനും അഗ്നിയും വരുണനും ഒക്കെ ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഹാസ്യമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അനുഗ്രഹിക്കുക. ഈ നാടകത്തിൻ്റെ രചനയും സംവിധാനവും ഋഷികേശ്. രംഗത്ത് ഇന്ദ്രൻ ജയശങ്കർ, നാരദൻ ഉമേഷ്, കുബേരൻ ഗോപു, അഗ്നി ശാസ്ത്രമംഗലം മോഹൻ, വരുണൻ മോഹൻജി, രാവണൻ ജയകുമാർ. നാടകം ആരംഭിക്കുകയാണ്. ഹലോ, അതെ, ദേവലോകമാണ്. അമരാവതിയാണ്. യെസ്, ദേവേന്ദ്രൻ സ്പീക്കിംഗ്. ആര്? കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാണ്. എന്തെല്ലാം വിശേഷം? അങ്ങനെയാണോ? ഓ, ശരി ശരി ശരി, അത് ഞാൻ ഏറ്റു. പിന്നെ ഇതൊരു സന്തോഷ വർത്തമാനമല്ലേ? ഓക്കെ, ശരി. അത് ഞങ്ങളെല്ലാം കൂടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടൊക്കെ തീരുമാനിക്കും. ഏകകണ്ഠേന, നീലാണ്ടല്ല, ഏകകണ്ഠേന തീരുമാനിക്കുമെന്ന്. ശരി ശരി, ഓക്കെ. ആരെവിടെ? 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 ആരും ഇല്ലേടാ ഇവിടെ? ടിൻഡു മോനെ, ടിൻഡു, ടിൻഡു. വിളിച്ച് പിറകെ വന്ന് പേടിപ്പിക്കാനില്ല. നിന്റെ അമ്മയോടെ പോയി? അമ്മ പോളിനെ കാണാൻ പോയി. ഏത് പോള്? നമ്മുടെ ഒക്ടോപ്പസ്. വേൾഡ് കപ്പ് ഫുട്ബോൾ എല്ലാം പ്രചരിച്ച നീരാളി കിനാവള്ളി. ആ കിനാവള്ളിയെ നിന്റെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? കിനാവള്ളി വള്ളിലിക്കിട്ട കാലം തൊട്ട് അറിയാമായിരിക്കും. ഇവിടെ എന്തുണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയത്? എന്തെങ്കിലും കാര്യമായിരിക്കും. എന്തോ അത് കാര്യം? അച്ഛൻ അടുത്ത കാലത്തെങ്ങാനും നന്നാവുമോന്ന് അറിയാനായിരിക്കും. ചുമ്പിലക്കടില്ല ഒപ്പ. ഇവിടെ കിടന്ന സിംഹാസനങ്ങളൊക്കെ എവിടെ? സിംഹം എടുത്തുണ്ട്. സിംഹത്തിന്റെ മോളുടെ കല്യാണം. പ്ലാസ്റ്റിക് കസേരകളെ മതിയാച്ച. എടേ, ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. നീ ആ പ്ലാസ്റ്റിക് കസേര പറക്കിട്. ഞാനോട് ഫോൺ ചെയ്തിട്ട്. എന്നും മീറ്റിങ്ങും വെള്ളോടിയും തന്നെ. അച്ഛൻ അമ്മ വരട്ടെ. ഹലോ, കുബേര ഫിനാൻസിയേഴ്സ് അല്ലേ? മിസ്റ്റർ കുബേരനുണ്ടോ? കുബേര, ഇത് ഞാനാണ്, ഇന്ദ്രൻ. അരമണിക്കൂറിനൊന്ന് അമരാവതി വരണം. ഒരു മീറ്റിംഗ് ഉണ്ട്. കാര്യമൊക്കെ അപ്പം പറയാം. ഓക്കെ. ടിൻഡു മോനെ, ആ ഫയർഫോഴ്സിന്റെ നമ്പർ എത്രയാ? ഹലോ, ടി താത്ത ടി അല്ലേ? അല്ല, ഓ സോറി. ഹലോ, ടി താത്ത ടി അല്ലേ? അയ്യോ, ഏതോ എറണാകുളത്തെ അസൂരിലാണെന്ന് തോന്നുന്നു. ഹലോ, ടി താത്ത ടി അല്ലേ? ഓ, രക്ഷപ്പെട്ട്. അത് ദേവലോക ഫയർഫോഴ്സിന്റെ ഓഫീസാണോ? മിസ്റ്റർ അഗ്നിദേവനുണ്ടോ? കെണ്ടിച്ചാടികളെ പുറത്തെടുക്കാൻ പോയിരിക്കുന്നതാ. ഫയർഫോഴ്സുകാർക്ക് ഇപ്പൊ ഇത് തന്നെ മെയിൻ ജോലിയല്ലേ? എന്തായാലും അഗ്നിദേവൻ വരുമ്പോ ഇന്ദ്രൻ വിളിച്ചിരുന്നു, അത്യാവശ്യമായി അമരാവതി വരെ ഒന്ന് വരാൻ പറയണം. ഓക്കെ. ഹലോ, ദേവലോകം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസല്ലേ? മിസ്റ്റർ വരുണനുണ്ടോ? പൈപ്പ് പിന്നെയും പൊട്ടിയാ? എവിടെ? അമ്പലം പൊക്കില്ല. അപ്പൊ ഇനി ഒരാഴ്ചത്തേക്ക് വെള്ളം നോക്കണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോ അച്ഛൻ എന്തിനൊഴിച്ച് അമൃതടിച്ചോ?
എന്തായാലും അദ്ദേഹം വരുമ്പം ഒരു അരമണിക്കൂറിന് അമരാവതി വരെ ഒന്ന് വരാൻ പറയണം. ശരി ശരി. ഇതാരും നാരദരാ, ഒരു മുന്നറിയിപ്പുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ നാരദൻ ഒരിടത്തും പോകില്ല ദേവേന്ദ്ര. അമരാവതിയിൽ ഒരു ഫോൺ വന്നു എന്നറിഞ്ഞു. ഏത് ഫോൺ? എന്ത് ഫോൺ? അച്ഛൻ ഉർവശി ആന്റിയെ ലൈൻ അടിച്ച ഫോണായി. അതൊന്നുമല്ല ദേവേന്ദ്രൻ, കള്ളം പറയരുത്. ഒന്നും അറിയാതെ ഞാൻ ഇവിടം വരെ വരുമെന്ന് തോന്നുന്നുണ്ടോ? നാരദാമ്മ കഴുത്തിൽ ഈ പിയാനോ തൂക്കിയിട്ടിരിക്കണെന്തിന്? ഇത് പിയാനോ അല്ല, തമ്പുരു മീട്ടി പാടാൻ. ഒരു തോർത്ത് പിരിച്ച് റോഡിലോട്ട് ഇറങ്ങി പാടേക്ക് 10 ചക്രം കിട്ടിയല്ലേ? ചുമ്പിലേ അമ്മ. നിന്റെ അച്ഛൻ പാടുമല്ല, ഒരു തോർത്തെടുത്ത് പിരിച്ചു കൊടുക്കാത്തത്. അച്ഛൻ പാടും, പക്ഷെ സംഗതികളൊന്നും വരില്ല. ടാർപ്പാളിയും കീറുള്ള സൗണ്ടും. അച്ഛൻ പാടുന്ന കേട്ടാ ഉടനെ ഐരാവതം പിണ്ടവിടും. നിന്റെ വായി ഞാൻ പ്ലാസ്റ്റർ ഒട്ടിക്കും. എനിക്ക് അച്ഛൻ്റെ മൂക്ക് ഞാൻ പഞ്ഞു വയ്ക്കും. ഇന്ദിര, ഇവന്റെ ഒരു നട്ട് ലൂസാണല്ലേ. യഥാ പിത തഥാ പുത്ര. എന്തൊക്കെ പറയിക്കണാടാ? ആ ഫോണിന്റെ കാര്യം പറഞ്ഞില്ല. ഓ ഫോൺ, ആ ഫോൺ അത് ഏഷ്യാനെറ്റിൽ ദേവേന്ദ്രനോട് ചോദിക്കുക എന്നൊരു പരിപാടി ഇവിടെ ചെയ്യുന്നു. അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. പച്ചക്കള്ളം ഉള്ളത് കേട്ട ഈ അച്ഛൻ്റെ അടുത്ത് എന്തിനോട് ചോദിക്കാൻ അമരാവതിയിലെ സ്പെല്ലിംഗ് പോലും അറിഞ്ഞൂടാ. ഇന്ദിര, നീ സത്യം പറയാത്ത സ്ഥിതിക്ക് ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ പറയാം. എന്നാ പിന്നെ അമാന്തിക്കണ്ട, പറയൂ. ഫോൺ ഭൂമിയിൽ നിന്നായിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിൽ നിന്ന്. കറക്റ്റ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ദേവലോകത്ത് എത്ര സെന്റിമീറ്റർ മഴ പെയ്ത്, താപനിലയെ വല്ല മാറ്റം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവരെ വിളിച്ചതാണ്. ദേവേന്ദ്ര, നീ ഉരുണ്ട് കളിക്കരുത്. എന്റെ താപനിലയിൽ കാര്യമായ മാറ്റം ഉണ്ടാവും. പറയാം. ഫോൺ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അലങ്കോലമായ സ്ഥിതിക്ക് ദേവലോകം ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആക്കുന്ന ബില്ല് പാർലമെന്റ് പാസ്സാക്കി. ഇനി ദേവലോകത്ത് നിന്ന് ജയിക്കുന്ന കാൻഡിഡേറ്റ് ആയിരിക്കും കേരളം ഭരിക്കുന്നത്, നേരിട്ടോ അല്ലെങ്കിൽ പ്രതിനിധിയോ. അതായത് ദേവേന്ദ്രനാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ 3 ലോകങ്ങളിൽ 2 ലോകം ഭരിക്കാനുള്ള അവസരം ദേവേന്ദ്രൻ ലഭിക്കുമെന്നർത്ഥം. തന്നെ. പക്ഷെ ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുത്തുകളായിരുന്നു. കേരളത്തിനെക്കാട്ടി പഴച്ച രാഷ്ട്രീയ അന്തരീക്ഷമാണ് ദേവലോകത്തുള്ളതെന്ന് അറിയാൻ. പക്ഷേ ഈ വിവരം പാതാളത്തിൽ അറിയിക്കണ്ടേ? എന്തിന്? ദേവലോകത്തെ കാര്യങ്ങളിൽ ഒരു പാതാളത്തിൽ ഒരു വേതാളം ഇടപെടേണ്ട കാര്യമില്ല. നാരായണൻ കാര്യമറിയാതെ ശോഭിക്കരുത്. മാവേലി കാര്യം അറിഞ്ഞ് ഞാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് അണ്ണ എപ്പോ പാതാളത്തിൽ പോകേണ്ടത്? പോയതല്ല, പോയതാണ്. എന്ന് വെച്ചാ വിവരം അറിഞ്ഞപ്പോ ഞാൻ കേരളത്തിലായിരുന്നു. കേരളത്തിലെ ഒരു റോഡിലൂടെ ഞാൻ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ മുൻപിലൊരു ഘട്ടം. ബ്രേക്ക് ചവിട്ടിയിട്ട് നിന്നില്ല. വണ്ടിയും ഞാനും ഗട്ടറിൽ വീണു. കണ്ണു തുറന്ന് നോക്കിയപ്പം പാതാളം മെഡിക്കൽ കോളേജിന്റെ 1ാമത്തെ വാർഡിൽ. വിവരമറിഞ്ഞ് മാവേലി വന്നു. ഓഹോ. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ഈ കാര്യം മാവേലിയോട് പറഞ്ഞു. മാവേലിയോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഓണാഘോഷത്തിലെ ഘോഷയാത്ര പോലെ ദുർബല നിമിഷങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പം എല്ലാരോടും പറഞ്ഞില്ലേ, ഈശ്വര ഇയാളെനിക്കൊരു പാരയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, ഈ കയറ്റി കിടക്കുന്ന സാധനം മാറ്റി വെച്ചൊരു പാര നോക്കിയിടാത്ത. വീട്ടിൽ താൻ പറയായിരിക്കും സഹസ്രാശ. പാര നേരത്തെ അറിഞ്ഞിരുന്നാൽ മറുപാരകൾ കരുതി വയ്ക്കാം. അവസാന നിമിഷത്തിലെ പാര അളക്കാനൊക്കില്ല. അതുകൊണ്ട് മറുപാരകൾ കരുതി വയ്ക്കുക. വജ്രായുധം പോലെ അവസരത്തിനൊത്ത് ഉപയോഗിക്കുക. അത് ഞാൻ ഇനി ആരോടൊക്കെ പറയണം? അഷ്ടദിക്കുകളുടെ അധിപന്മാരിൽ ആരോടൊക്കെ പറഞ്ഞു? ശ്രദ്ധാവതിയിലെ വരുണൻ, വെള്ളമാമൻ, മഹോദയത്തിലെ കുബേരൻ, ബ്ലേഡുമാമൻ, തേജോവതിയിലെ അഗ്നി, ഈ മാമൻ. മറ്റുള്ളവരിപ്പോൾ തൽക്കാലം അറിയണ്ട. എന്നാലേ ഞാൻ ഏകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. നാരായണൻ